ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മാങ്ങ പറിക്കാൻ പോവുകയാണ്. ഇത് ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോയിലുള്ള മാവ് തന്നെയാണ്. നല്ല പുളിയുറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നതിനാണ് പറിക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ മാങ്ങ ആയതുകൊണ്ടൊന്നും വിട്ട് കളഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഉറുമ്പ് കയ്യിൽ ഒരു മാങ്ങ പറിക്കുമ്പോൾ തന്നെ കയ്യിലേക്ക് ഉറുമ്പ് കയറി കടിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാടൊന്നും അല്ല കേട്ടോ, വീഡിയോയിലേക്ക് അതുപോലെ തോന്നും. പക്ഷേ ഇതൊരു കുട്ടമ്പിള്ള സിറ്റി പോലൊരു സിറ്റിയാണ്. അത്യാവശ്യം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. വലിയ മാങ്ങകളാണ് കേട്ടോ ഇതൊക്കെ. ഒരെണ്ണം എങ്ങനെ പോലും 300-350 ഗ്രാം അടുപ്പിച്ച് വരുന്ന മാങ്ങകളാണ്. ഇതിനെക്കാട്ടിയും വലിയ സൈസാവും. എൻ്റെ ചെറുതിലേക്ക് ഇതിനെക്കാട്ടിയും വലിയ സൈസാവുന്ന മാങ്ങകളായിരുന്നു ഇത് അത്രയും. നല്ല ടേസ്റ്റാണ്. പച്ചയ്ക്കാണെങ്കിൽ നല്ല പുളിപ്പാണ്. അത്യാവശ്യം പഴുത്ത് കഴിഞ്ഞാലും പുളിപ്പാണ്. നല്ല പഴുത്താൽ മാത്രമാണ് ഇതിന് മധുരമുള്ളത്. പക്ഷെ നാരോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ മാങ്ങയിലില്ല. നമ്മൾ അലുവ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ്. നല്ല മധുരവുമാണ്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊന്നും പഴുത്ത് കിട്ടാറില്ലായിരുന്നു ഈ മാങ്ങ. അത്രയും പുഴുത്ത് പോകുമായിരുന്നു പതിവ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പറിച്ചെടുത്ത് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ടാണ് പുഴുക്കാതെ കിട്ടുന്നത്. ഞാൻ സാധാരണ ചെയ്യുന്നത് കഴുകിയിട്ട് ചെറു ചൂടുവെള്ളം അതിൽ ഉപ്പിട്ട് അതൊന്ന് കഴുകി അങ്ങ് മാറ്റി വയ്ക്കും. അപ്പം പുഴുവിൻ്റെ ശല്യം പരമാവധി കുറഞ്ഞു കിട്ടും. ഇതാണ് നമുക്കിന്ന് കിട്ടിയ മാങ്ങകൾ. ഞാൻ കുറച്ചേ പറിച്ചോളൂ. ഹായ്, ഹാപ്പി